أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يرغب عن ملة إبراهيم إلا من سفه نفسه ولقد اصطفيناه في الدنيا وإنه في الآخرة لمن الصالحين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ലോകരക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും അവൻ്റെ വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും കൃത്യമായി പാലിച്ചുകൊണ്ട് പരമാവധി തഖ്വയുള്ളവരായി, ഭയഭക്തിയുള്ളവരായി ജീവിക്കണേ എന്ന് എന്നോടും എല്ലാവരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ലോകത്തുള്ള മുഴുവൻ മുസ്ലിംകളുടെയും കണ്ണുകളും കാതുകളും അതിനപ്പുറം മനസ്സുകളും മക്കയിലും പരിസര പ്രദേശങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള ചിന്തകളിലാണ്. അതോടൊപ്പം ചരിത്ര പുരുഷനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെക്കുറിച്ചുള്ള ഓർമ്മകൾ അയവിറക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ലോക മുസ്ലിം സമൂഹം. മനുഷ്യ ജീവിതത്തിന് അവരുടെ ജീവിതത്തിൻ്റെ പൂർണ്ണത കൈവരിച്ച ഒരു മഹാ വ്യക്തിത്വമായിരുന്നു ഖലീലുർ റഹ്മാൻ എന്ന പേര് കിട്ടിയ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ കുറിച്ച് നാം പഠിക്കുമ്പോൾ അദ്ദേഹം ഒരു സ്നേഹമുള്ള മകനായിരുന്നു. അങ്ങേയറ്റം വാത്സല്യമുള്ള ഒരു പിതാവിനെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയിലാണ്. അതിനേക്കാളപ്പുറം ഒരു നേതാവ്, കേവലം ഒരു നേതാവല്ല, മറിച്ച് നിലപാടുകളുള്ള, താൻ വിശ്വസിച്ച, താൻ മനസ്സിലാക്കിയ ആദർശത്തിൽ കൃത്യതയും വ്യക്തതയും നിലപാടുമുള്ള ഒരു വ്യക്തിയായിരുന്നു ഖലീലുർ റഹ്മാൻ. പ്രവാചകന്മാരുടെ ശൃംഖലയിലെ ഖുർആൻ പരിചയപ്പെടുത്തിയതുപോലെ ജീവിതം കൊണ്ട് ചരിത്രം രചിച്ച ഒരു മഹാമനീഷിയായിരുന്നു ഖലീലുർ റഹ്മാൻ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം.
ഇവിടെ പരിശുദ്ധ ഖുർആൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. തൗഹീദി സമർപ്പണത്തിന്റെ ഇബ്രാഹിമി മില്ലത്തിനോട് അദ്ദേഹം സ്വീകരിച്ച മാർഗത്തോട് വിമുഖത കാണിക്കുന്നവൻ, അതിനോട് വെറുപ്പ് കാണിക്കുന്നവൻ ആരാണുള്ളത് എന്ന ഒരു ചോദ്യം പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ബഖറയിലെ 130-ാമത്തെ സൂക്തം നമുക്ക് വായിക്കാൻ സാധിക്കും. വമൻ യർഗബു അൻ മില്ലത്തി ഇബ്രാഹിം, ഇബ്രാഹിം നബിയുടെ മില്ലത്തിനോട്, ഇബ്രാഹിം നബിയുടെ മാർഗത്തോട് വെറുപ്പ് കാണിക്കുന്നവൻ ആരാണ്? അതിനോട് വിദ്വേഷം കാണിക്കുന്നവൻ, അതിനോട് വിരോധം കാണിക്കുന്നവൻ ആരാണുള്ളത് എന്ന് പരിശുദ്ധ ഖുർആനിന്റെ ഒരു ചോദ്യം. എന്നിട്ട് ഖുർആൻ തന്നെ പറയുന്നു, ഇല്ലാ മൻ സഫിഹ നഫ്സഹു, ഇല്ലാ മൻ സഫിഹ നഫ്സഹു, സ്വന്തത്തോട് വിഡ്ഢിത്തം കാണിക്കുന്നവനല്ലാതെ, സ്വയം വിഡ്ഢിയായി ചമഞ്ഞവനല്ലാതെ, പെരും വിഡ്ഢിയായിട്ടുള്ളവനല്ലാതെ വേറെ ആരാണ് ഇബ്രാഹിമി മില്ലത്തിനോട്, ഇബ്രാഹിമി മാർഗത്തോട് വിമുഖത കാണിക്കുക എന്ന് ഖുർആൻ കൃത്യമായി നമ്മൾക്ക് പറഞ്ഞു തരുന്നു. എന്നിട്ട് അല്ലാഹു പറയുന്നു, വലഖദ് ഇസ്തഫൈനാഹു, നാം അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇബ്രാഹിം നബിയെ അല്ലാഹു തിരഞ്ഞെടുത്തിരിക്കുന്നു. ഫിദ്ദുനിയ, ദുനിയാവിൽ, വഇന്നഹു ഫിൽ ആഖിറതി ലമിന സ്വാലിഹീൻ, ആഖിറത്തിൽ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിലാണ്, ദുനിയാവിലും ആഖിറത്തിലും സുഹൃതം ചെയ്തവരുടെ കൂട്ടത്തിലാണ് എന്ന പ്രഖ്യാപനമാണ് അല്ലാഹു നമുക്ക് ഓർമ്മപ്പെടുത്തി തരുന്നത്. ഇവിടെ നമ്മൾ അറിയേണ്ടത്, ഇബ്രാഹിം നബിയുടെ ജീവിതം തുടക്കം മുതൽ അവസാനം വരെയും ലോകത്ത് ഇന്ന് ജീവിച്ചിരിക്കുന്നവരും കഴിഞ്ഞുപോയവരും വരാനിരിക്കുന്നവരുമായ മുഴുവൻ ആളുകൾക്കും മാതൃകാപരമാണ് എന്നും, ഖലീലുർ റഹ്മാൻ എന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കേവലം ഒരു വ്യക്തിയായിരുന്നില്ല, അദ്ദേഹം ഒരു സമൂഹമായിരുന്നു എന്നും ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഒരു മാതൃകാ പുരുഷൻ എന്ന നിലയിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അത് ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും വേണ്ടിയാണ് എന്ന് നമ്മൾ അറിയണം. റിസാലത്തിന്റെ പൂർത്തീകരണത്തിന്റെ ഉജ്ജ്വലമായ മാതൃക എന്ന് പറയുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയാണ് എന്ന് ഖുർആനാണ് പറഞ്ഞു തരുന്നത്. ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം, തന്റെ റബ്ബ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് പറഞ്ഞ സന്ദർഭം അസ്ലിം, വിനയം കാണിക്കണം, നീ വിനയാന്വിതനാകണം, നീ കീഴ്പ്പെടണം എന്ന് പ്രഖ്യാപിച്ചപ്പോ ഇബ്രാഹിം നബി ഒരു സെക്കൻഡ് പോലും അമാന്തം കാണിച്ചില്ല. ഖാല അസ്ലംതു ലി റബ്ബിൽ ആലമീൻ, ഇബ്രാഹിം നബിയുടെ പ്രഖ്യാപനം, ഞാനിതാ കീഴ്പ്പെട്ടിരിക്കുന്നു, ഞാനിതാ വിനയാന്വിതനായിരിക്കുന്നു, ഞാനതാ അംഗീകരിച്ചിരിക്കുന്നു. ഇങ്ങനെ പറയുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മാതൃകയാക്കണം എന്നേ ഖുർആൻ പറയുന്നുള്ളൂ. അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തുന്നത് അതാ. എന്നിട്ട് അല്ലാഹ് ചോദിക്കുക, ഇങ്ങനെ ഒരു ചരിത്ര പുരുഷനായ ഇബ്രാഹിം നബിയുടെ മില്ലത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന, അതിനോട് വിമുഖത കാണിക്കുന്നവൻ വിഡ്ഢിയാണ്, പരമവിഡ്ഢിയാണ് എന്ന് ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്.
എല്ലാ കടമകളും പൂർത്തിയാക്കിയവനാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം എന്ന സൂറത്തു നജ്മിൽ ഇബ്രാഹിമുല്ലദീ വഫാ സൂറത്തു നജ്മിലെ സൂക്തം സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാ: ഇബ്രാഹിം നബി പരിപൂർണമായും തന്റെ കടമകൾ നിർവഹിച്ചവനാണ്. വീണ്ടും ഇബ്രാഹിം നബിയെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ സൂറത്ത് ബഖറയിൽ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു: ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ തന്റെ രക്ഷിതാവ് ബികലിമാത്തിൻ ചില കലിമത്തുകൾ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടപ്പോൾ ആ പരീക്ഷണങ്ങൾ അത്രയും അതിലൊക്കെയും പൂർണ്ണമായി വിജയം നേടിയിട്ടുണ്ട് എന്ന് ഏതെല്ലാം പരീക്ഷണങ്ങൾക്ക് വിധേയമായോ അവിടങ്ങളിലൊക്കെ വിജയശ്രീലാളിതനായ ചരിത്രം മാത്രമേ ഇബ്രാഹിം നബിയുടെ ചരിത്രം പറയുന്നുള്ളൂ. നമുക്കറിയാം, ഇബ്രാഹിം നബി ഒരു യുവാവായിരുന്ന കാലഘട്ടം, തികഞ്ഞ വിശ്വാസമുള്ള, ഏകദൈവ വിശ്വാസമുള്ള ഒരു യുവാവ്. അദ്ദേഹത്തിന്റെ പ്രവർത്തന അല്ലെങ്കിൽ അദ്ദേഹം ജീവിക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് ബിംബങ്ങളുടെ ഒരു ലോകത്താണ്. തന്റെ സ്വന്തം പിതാവ് ബിംബക്കച്ചവടക്കാരനായിരുന്നു. ആസർ എന്ന് പറയുന്ന ബിംബക്കച്ചവടക്കാരന്റെ മകനായി ജനിച്ച ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അതിശക്തമായി ഈ ബിംബങ്ങൾക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. പ്രവാചകത്വത്തിന് മുമ്പ് ഒരു യുവത്വം, ഒരു യുവാവ് എന്ന നിലയിൽ ഇബ്രാഹിം നബിയുടെ പ്രവർത്തനം അങ്ങനെയായിരുന്നു. ഏതെല്ലാം നിലക്ക് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ കഴിയുമോ തന്ത്രപരമായ നിലപാടുകളിലൂടെയാണ് അദ്ദേഹം തൗഹീദ് പ്രബോധനം ചെയ്തത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കൽ ആ നാട്ടിൽ അന്ന് നടന്ന വമ്പിച്ച ഒരു ഉത്സവ ദിവസം, നാട്ടിലെ മുഴുവൻ ആളുകളും ഉത്സവം കാണാൻ വേണ്ടി പോയ സന്ദർഭം, അവരാരാധിച്ചു വരുന്ന അവരുടെ ബിംബങ്ങളെയൊക്കെ ചെറുതും വലുതുമായ നൂറുകണക്കിന് ബിംബങ്ങളെ നിരത്തിവെച്ച അവർ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന അവരുടെ ഒരു മഠം. ആരുമില്ലാത്ത ഈ സന്ദർഭത്തിൽ ആ മഠത്തിലേക്ക് കയറി ചെന്നുകൊണ്ട് മുഴുവൻ ബിംബങ്ങളെയും തച്ചുടച്ച് അവിടെയുള്ള ഏറ്റവും വലിയ ബിംബത്തിന്റെ കഴുത്തിൽ കോടാലി കെട്ടിത്തൂക്കി ഇബ്രാഹിം അവിടെ സ്ഥലം വിട്ടു. ഉത്സവം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ആ ആളുകൾക്ക് കാണാൻ കഴിഞ്ഞത് എല്ലാ ബിംബങ്ങളെയും തച്ചുടച്ച നിലയിൽ വലിയ ബിംബത്തിന്റെ കഴുത്തിൽ കോടാലി കെട്ടിത്തൂക്കിയ ഒരു അവസ്ഥയിലാണ് കാണുന്നത്. രോഷാകുലരായ ആ ജനങ്ങൾ ആരാണിപ്പണി ചെയ്തത് എന്ന സംസാരം ഉയർന്നു വന്നപ്പോ അവരിൽപ്പെട്ട ചില ആളുകൾ പറഞ്ഞു, ഇവിടെ ഇബ്രാഹിം എന്നു പേരുള്ള ഒരു യുവാവുണ്ട്, പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇബ്രാഹിം, അവനെ കുറിച്ച് പറയപ്പെടുന്നത് ഇബ്രാഹിം എന്നാണ്. അവനായിരിക്കാം ഈ പണി ചെയ്തത്. കുറെ കാലമായി നമ്മൾ ആരാധിച്ചു വരുന്ന ആരാധനാമൂർത്തികൾക്കെതിരിൽ, ബിംബങ്ങൾക്കെതിരിൽ അതിശക്തമായി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു. അവനായിരിക്കാം ഈ പണി ചെയ്തത് എന്ന സംസാരം കേട്ട മാത്രയിൽ അതങ്ങ് ശരിവെക്കുകയും ഉടനെ തന്നെ ഒരു പ്രഖ്യാപനമാണ്, ആ യുവാവിനെ പിടിച്ചുകൊണ്ടുവരണം. അങ്ങനെ ഇബ്രാഹിമിനെ പിടിച്ചുകൊണ്ടുവന്ന് ഇബ്രാഹിമിനോട് ചോദിച്ചു, ഇബ്രാഹിം, എടോ ഇബ്രാഹിമേ, സൂറത്ത് അംബിയായിലെ 50-ാമത്തെ ആയത്ത് മുതൽ 70-ാമത്തെ ആയത്ത് വരെ ഈ സംഭവമാണ് വിശദീകരിക്കുന്നത്. നമ്മൾ പഠിക്കണം. ഇബ്രാഹിമേ, നീയാണോ ഈ പണി ചെയ്തത്? ഇബ്രാഹിം നബിയുടെ എന്തുമാത്രം
കൃത്യമായ ഒരു മറുപടിയാണ് ഇബ്രാഹിം നബി പറഞ്ഞത്. ആ കാണുന്ന വലിയ ബിംബമില്ലേ, നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന വലിയ ബിംബം അവിടെ ഉണ്ടല്ലോ, നിങ്ങളുടെ എല്ലാവിധ കാര്യങ്ങളും ചോദിക്കുകയും നിങ്ങളുടെ കാര്യങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി നിങ്ങൾ കുമ്പിടുന്ന നിങ്ങളുടെ ദൈവങ്ങളിലെ ഏറ്റവും വലിയ ദൈവം അവിടെ ഇരിപ്പുണ്ടല്ലോ, നിങ്ങൾ ആ ദൈവത്തോട് ചോദിച്ചു നോക്കൂ, ആ ബിംബത്തോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, അവൻ മറുപടി പറയട്ടെ. അന്തം വിട്ട് അന്താളിച്ചു പോയ ആ സമൂഹം, ആ ആളുകൾ ഇതുണ്ടോ സംസാരിക്കുന്നു? ഇബ്രാഹിം നബിയുടെ ഈ മറുപടിക്ക് മുമ്പിൽ വീണ്ടും അവർക്ക് ദേഷ്യപ്പെട്ട് കോപാകുലരായി. ഇബ്രാഹിം നബിയുടെ മറുപടി അത്തരത്തിലുള്ളതായിരുന്നു. ഉടനെ തന്നെ അവര് പറയുന്നു, ഇനി ഇവനെ വെച്ചേക്കാൻ പാടില്ല, അതുകൊണ്ട് ഹരികൂഹു, അവനെ നിങ്ങൾ കരിച്ചു കളയണം. അങ്ങനെ വലിയ തീക്കുണ്ടാരമുണ്ടാക്കി, എല്ലാവരും വിറകുകളൊക്കെ ശേഖരിച്ച് തീക്കുണ്ടാരമുണ്ടാക്കി. ആ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞ് ഇബ്രാഹിം നബിയെ കരിച്ചു കളയാനാണ് അവരുടെ തീരുമാനം. അതനുസരിച്ച് അവർ ചെയ്തു. ഇബ്രാഹിമിനെ അതാ തീക്കുണ്ടത്തിലേക്ക് വലിച്ചെറിഞ്ഞു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ തീയോട് പറയുകയാണ്, ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. തീയോടാണ് അല്ലാഹു പറയുന്നത്, തീ യാ നാറു കൂനി, നീ ആകണം അലാ ഇബ്രാഹിമ, ഇബ്രാഹിമിന്റെ മേൽ ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. ബർദൻ വസലാമൻ, തണുപ്പേകണം, രക്ഷയേകണം എന്ന് തീയോടുള്ള കൽപ്പനയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു രോമത്തിന് പോലും ഒന്നും സംഭവിക്കാതെ ഇബ്രാഹിം നബി രക്ഷപ്പെട്ട ചരിത്രമാണ് സൂറത്ത് അംബിയായിൽ വിശദീകരിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ അറിയേണ്ടത്, തൗഹീദ് പ്രബോധനം ചെയ്ത് വളരെ തന്ത്രപരമായി കാര്യങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന കൃത്യമായ നിലപാട് സ്വീകരിച്ച ഒരാളായിരുന്നു ഇബ്രാഹിം. ഖലീലുർ റഹ്മാൻ എന്ന പേര് കിട്ടിയത് വെറുതെയല്ല. ഇതിൽ നമ്മൾക്ക് പാഠമില്ലേ? നമ്മുടെ യുവത്വം നമ്മൾ എന്തിനു വേണ്ടി ചെലവഴിക്കണം? അള്ളാഹുവിന്റെ ദീൻ നിലനിൽക്കുന്നതിനു വേണ്ടി. നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഇത്തരത്തിലുള്ള മക്ബറകളിലും ജാറങ്ങളിലും പോയി സമയം കളയുന്ന മനുഷ്യരോട്, ബുദ്ധിയുള്ള മനുഷ്യരോട് പറഞ്ഞു കൊടുക്കണം, സംസാരിക്കാൻ കഴിയില്ലാത്ത, ഒന്നും ചെയ്യാൻ കഴിയാത്ത ഈ ബിംബങ്ങളുടെ അടുത്ത് പോകുന്നത് പോലെ ഈ മക്ബറകളുടെ ജാറങ്ങളുടെ പിന്നാലെ പോകുന്ന സമൂഹമേ, എന്നെന്നും ജീവിച്ചിരിക്കുന്ന ഹയ്യുൻ ഖയ്യൂമുമായ റബ്ബിലേക്ക് നിങ്ങൾ മടങ്ങണം എന്ന ദൗത്യമാണ്, സന്ദേശമാണ്, റിസാലത്താണ് ഇബ്രാഹിം നബിയുടെ ചരിത്രം. ആ ഇബ്രാഹിം മില്ലത്ത്, ആ ഇബ്രാഹിം നബിയുടെ മാർഗം, അതാണ് ഏതൊരു വിശ്വാസിയും പിൻപറ്റേണ്ടത്. ഇബ്രാഹിം നബി ഇതുപോലെ ഒട്ടനേകം പരീക്ഷണങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. പക്ഷെ അവിടങ്ങളിലൊക്കെ തന്നെയും വിജയം വരിക്കുകയാണ് ഇബ്രാഹിം നബിയുടെ ചരിത്രം. അതാണ് പരിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത്, വൈദിബ്തല ഇബ്രാഹിമ റബ്ബു, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ ബികലിമാത്തിൻ, അല്ലാഹു തആല പരീക്ഷിച്ചു. കലിമാത്ത് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള വിവിധങ്ങളായ പരീക്ഷണങ്ങൾ കൊണ്ടാണ് ഇബ്രാഹിം നബിയെ പരീക്ഷിക്കപ്പെട്ടത്. പക്ഷേ അവിടങ്ങളൊക്കെ തന്നെയും അദ്ദേഹം ആ പരീക്ഷണങ്ങളെ പൂർത്തിയായി വിജയം വരിച്ചിട്ടുണ്ട് എന്ന് ഖുർആൻ പറയുന്നു. അത് കഴിഞ്ഞിട്ട് അള്ളാഹു നൽകുന്ന സർട്ടിഫിക്കറ്റ് എന്താ? ഖാല, അള്ളാഹു പറയാ, ഇന്നി ജാഇലുക ലിന്നാസി ഇമാമാ. നോക്കി നിങ്ങൾ, അള്ളാഹുവിന്റെ കൽപ്പന, തീർച്ചയായും ഞാൻ നിന്നെ ഈ രാജ്യത്തെ, ഈ ലോകത്തേക്ക് ഒരു ഇമാമായി നിശ്ചയിക്കുകയാണ്. ഇബ്രാഹിം നബി ഇമാമായി വരികയാണ്, പ്രവാചകത്വത്തിലൂടെ, നുബുവത്തിലൂടെ പിന്നീട് പ്രവാചകനാവുകയാണ്. പക്ഷേ ആ സമയത്ത് ഒരു കാര്യം ഇബ്രാഹിം നബി അങ്ങോട്ട് പറഞ്ഞു, കാല വമിൻ ദുരിയത്തി, എന്റെ സന്താനങ്ങളിൽ നിന്നും ഈ ഒരു അവസ്ഥയുണ്ടാകണം എന്ന് റബ്ബിനോട് പറയാം. എന്താണ് ഈ വിഷയം? തന്റെ ഭൗതികമായ എന്റെ കാര്യങ്ങളെ കുറിച്ചാണോ ഇബ്രാഹിം നബി പറഞ്ഞത്? കാല വമിൻ ദുരിയത്തി, ഞാൻ മരണപ്പെട്ടു പോയാലും എന്റെ സന്താനങ്ങൾ ഇനി വരാനിരിക്കുന്നവരിലും
ബിംബങ്ങൾക്കെതിരിൽ പ്രവർത്തിക്കുന്ന തികച്ചും മുവഹിദുകളായ ഒരു സമൂഹം ഇവിടെ രൂപപ്പെട്ടു വരണം. അതിനുവേണ്ടി അല്ലാഹുവേ എന്റെ സന്താനങ്ങളിലും ഇത്തരത്തിലുള്ള ഒരവസ്ഥ ഉണ്ടാക്കണേ എന്ന് ഇബ്രാഹിം നബി ആവശ്യപ്പെടുന്നു. ആ സമയത്ത് അല്ലാഹു പറയുന്നു, ഖാല ലാ യനാലു അഹ്ദിൽ ളാലിമീൻ. ഇബ്രാഹിം നബിയുടെ സന്തതികൾ എന്ന് പറയുന്നത് പൂർണ്ണമായും സ്വാലിഹീങ്ങളാണോ? അല്ല. അവരിൽ തന്നെ സ്വാലിഹീങ്ങളല്ലാത്ത ളാലിമീങ്ങളായ ആളുകളും ഇബ്രാഹിം നബിയുടെ സന്താന പരമ്പരയിലുണ്ട്. അതുകൊണ്ട് അല്ലാഹു പറയുന്നു, അക്രമികളായിട്ടുള്ള ആളുകളെ ഒരിക്കലും ഈ ഒരവസ്ഥയിലേക്ക് എത്തൂല. അല്ലാത്തവരെയൊക്കെ മാതൃകാപരമായ ഒരു അവസ്ഥയിലേക്ക് അല്ലാഹു തആല കൊണ്ടുവരും എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അതാണ് ഇബ്രാഹിം നബിയുടെ നിലപാട് എന്ന് പറയുന്നത്. അതാണ് ഇബ്രാഹിം നബിയുടെ ചരിത്രം എന്ന് പറയുന്നത്. തൗഹീദായിരുന്നു ഇബ്രാഹിം നബിയുടെ ജീവിത ദൗത്യം. നമ്മളെ ഓരോ ഫർദ് നമസ്കാരങ്ങളിലും കൃത്യമായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? ഇന്നീ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രഖ്യാപിച്ച പ്രഖ്യാപനത, ഇന്നി വജ്ജഹ്തു വജ്ഹി, എന്റെ മുഖത്തെ ഞാനിതാ റബ്ബേ നിന്നിലേക്ക്. ആരാ നീ? ലല്ലദീ ഫതറസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ പടച്ച റബ്ബേ, ആ റബ്ബിലേക്ക് എന്റെ മുഖത്തെ ഞാനിതാ തിരിച്ചിരിക്കുന്നു. നമ്മൾ ഓരോ ഫർദ് നമസ്കാരങ്ങളിലും കൃത്യമായി നമ്മൾ ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന കാര്യമല്ല ഈ വജ്ജഹ്തു വജിയ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന. അതാണ് ഇബ്രാഹിം നബിയുടെ നയം എന്ന് പറയുന്നത്. ഇബ്രാഹിം നബിയുടെ ജീവിതത്തിൽ കൃത്യമായി ഇബ്രാഹിം നബി പാലിച്ചു വന്നതാണിത്. എങ്ങനെ? ഹനീഫൻ മുസ്ലിമൻ, വക്രതയില്ലാത്ത, വളച്ചുകെട്ടലില്ലാത്ത, വളരെ കൃത്യമായി അല്ലാഹുവേ ഞാനിതാ മുസ്ലിമായിക്കൊണ്ട് നിന്നിലേക്കിതാ എന്റെ മുഖത്തെ ഞാൻ തിരിച്ചിരിക്കുന്നു. വമാ അന മിനൽ മുശ്രിക്കീൻ, റബ്ബേ ഞാൻ ഒരിക്കലും ശിർക്ക് ചെയ്യുന്നവനല്ല. ഈ പ്രഖ്യാപനമാണ് ഞാനും നിങ്ങളും ഓരോ മുസ്ലിമും ഓരോ ഫർദ് നമസ്കാരങ്ങളിലും വളരെ കൃത്യമായി ഉരുവിട്ടുകൊണ്ട് നമസ്കാരം നമ്മൾ ആരംഭിക്കുന്നത് അങ്ങനെയാണ്. തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷം നമ്മൾ ചൊല്ലുന്നത് ഇതാ. അങ്ങനെ ചൊല്ലുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് അള്ളാഹുവിനെ വിട്ട് പടപ്പുകൾ, ജീവനുള്ളവരുടെയും ജീവനില്ലാത്തവരുടെയും ആ ആളുകളിൽ നിന്ന് എങ്ങനെയാണ് അഭൗതികമായ മാർഗത്തിലൂടെയുള്ള സഹായ അഭ്യർത്ഥന എങ്ങനെ നടത്തും? ഖുർആൻ സൂചിപ്പിച്ചതുപോലെ മണ്ടന്മാരല്ലാതെ, വിഡ്ഢികളല്ലാതെ അത്തരം ഒരു ഏർപ്പാടിലേക്ക് നീങ്ങുകയില്ല എന്ന് നമ്മൾ അറിയണം. ഇബ്രാഹിം നബി പ്രവൃത്തിയിൽ മാത്രമല്ല പ്രാർത്ഥനയിലും നിരന്തരമായ പ്രാർത്ഥനയിലും ഇബ്രാഹിം നബി അങ്ങനെ തന്നെയായിരുന്നു. പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു, വൈദ് ഖാല ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ സന്ദർഭം എന്താ പറഞ്ഞത്? റബ്ബി ജിഅൽ ഹാദൽ ബലദ ആമിന, പടച്ചവനെ ഈ മക്ക രാജ്യത്തെ, ഈ മക്ക എന്നും ബക്ക എന്നും പറയുന്ന ഈ പുണ്യരാജ്യത്തെ റബ്ബേ നിർഭയത്വമുള്ള ഒരു നാടായി നീ ആക്കണേ റബ്ബേ. അതോടൊപ്പം ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന എന്താ? വജ്നുബിനി, പടച്ചവനെ എന്നെ അകറ്റി നിർത്തേണമേ റബ്ബേ. വബനി, പടച്ചവനെ എന്നെ മാത്രമല്ല വബനിയ എന്റെ സന്താന പരമ്പരകളെയും അൻഅബ്ദുൽ അസ്നാം, ഈ ബിംബങ്ങളുടെ മുമ്പിൽ പോയി കുമ്പിടുന്നതിൽ നിന്ന്, അതിനെ ആരാധിക്കുന്നതിൽ നിന്ന് റബ്ബേ എന്നെയും എന്റെ കുടുംബത്തെയും എന്റെ സന്താന പരമ്പരയും റബ്ബേ നീ അകറ്റി നിർത്തേണമേ എന്ന മനസ്സിൽ തട്ടിയുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയായിരുന്നു ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന. ഇത് പരിശുദ്ധ ഖുർആനാണ് നമ്മൾക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. എന്താണ് ഇബ്രാഹിം നബിയുടെ പാരമ്പര്യം? തൗഹീദാണ് ഇബ്രാഹിം നബിയുടെ പാരമ്പര്യം. പരിശുദ്ധ ഖുർആൻ വീണ്ടും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, വവസ്സാ ബിഹാ ഇബ്രാഹീമു ബനീഹി വയാഖൂബ് യാ ബനിയ. ഇബ്രാഹിം നബിയും യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയും തന്റെ സന്താനങ്ങളെ വിളിച്ചുകൊണ്ട് പറഞ്ഞതെന്താ? ഇന്നല്ലാഹ ഇസ്തഫാ ലക്കുമുദ്ദീൻ, തീർച്ചയായും നിങ്ങൾക്ക് ദീനിനെ അല്ലാഹു ഇതാ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. അല്ലാഹു ദീൻ ഇസ്ലാമിനെ ദീനായി നിങ്ങൾക്കിതാ പൂർത്തിയാക്കി തന്നിരിക്കുന്നു.
മക്കളെ ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിംകളായിക്കൊണ്ടല്ലാതെ മരണപ്പെട്ടു പോകരുത് എന്ന ഉപദേശമായിരുന്നു മക്കൾക്ക് നൽകിയിരുന്നത്. ആ പാരമ്പര്യമാണ്, ആ തൗഹീദിന്റെ പാരമ്പര്യമാണ് ഇബ്രാഹിം നബിയുടെ ജീവിതത്തിൽ ഉടനീളം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പോ ജനങ്ങളിൽ ഇബ്രാഹിം നബിയുമായി ചേർന്ന് നിൽക്കണം എന്നത് ഖുർആനിന്റെ കൽപ്പനയാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നു നമ്മളോട്, ഇന്ന ഔലന്നാസി ബിഇബ്രാഹിം, ഇബ്രാഹിം നബിയോട് ചേർന്ന് നിൽക്കുന്ന ഏറ്റവും നല്ലവർ എന്ന് പറയുന്നവർ ആരാ? ലല്ലദീന തബഊഹു, ഇബ്രാഹിം നബിയുടെ മാർഗത്തെ കൃത്യമായി വളച്ചുകെട്ടലില്ലാതെ പിൻപറ്റിയവർക്ക് മാത്രമേ അവകാശപ്പെടാൻ അർഹതയുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആനാ പറയുന്നത്. അപ്പൊ നമ്മൾ ഇബ്രാഹിം നബിയുടെ മില്ലത്ത് പിൻപറ്റണം. ആ മില്ലത്ത് നമ്മൾ കൃത്യമായി നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മൾ അത് നിലനിർത്തിക്കൊണ്ടുവരണം. ഇതാണ് പരിശുദ്ധ ഖുർആൻ നമ്മളോട് ആവശ്യപ്പെടുന്നത്. പ്രവാചക ശൃംഖലയിലെ അവസാനത്തെ കണ്ണിയാര മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആനിലെ കൃത്യമായ പ്രഖ്യാപനം അത് ഇബ്രാഹിം നബിയുടെ ആ മില്ലത്തിനെ സംബന്ധിച്ചുള്ള പ്രഖ്യാപനം നടത്താൻ മുഹമ്മദ് റസൂലുള്ളാഹിയോട് പരിശുദ്ധ ഖുർആനിലൂടെ ആവശ്യപ്പെടുന്നത് കാണാൻ സാധിക്കും. ഖുൽ നബിയെ പറയുക, ഇന്നനി ഹദാനി റബ്ബി, എന്റെ റബ്ബ് എനിക്ക് കൃത്യമായ മാർഗദർശനം നൽകിയിട്ടുണ്ട്. ഇലാ സിറാത്തിൻ മുസ്തഖീം, നേരായ മാർഗത്തിലേക്ക്. ആരാ പറയുന്നത്? മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ വേണ്ടി അല്ലാഹ് പറയാ. എന്താ പറയാൻ പറയുന്നത്? ഇന്നനി ഹദാനി, തീർച്ചയായും എനിക്ക് ഹിദായത്ത് നൽകിയിട്ടുള്ളത്, എനിക്ക് മാർഗദർശനം നൽകിയിട്ടുള്ളത് റബ്ബി, എന്റെ റബ്ബ്, ഇലാ സിറാത്തിൻ മുസ്തഖീം, നേരായ വഴിയിലേക്ക്. എങ്ങനെ? ദീനൻ ഖയ്യിമൻ, സത്യസന്ധമായ വളച്ചുകെട്ടലില്ലാത്ത കൃത്യമായ ദീൻ. അത് മില്ലത്ത ഇബ്രാഹിമ, ഇബ്രാഹിം നബിയുടെ മില്ലത്ത് പിൻപറ്റണം എന്നതാണ്. ഹനീഫൻ, വക്രതയില്ലാതെ. വമാ കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം ഇബ്രാഹിം നബി ഒരിക്കലും ജീവിതത്തിൽ ഒരു സന്ദർഭത്തിൽ പോലും ശിർക്ക് ചെയ്യുന്നവനായിരുന്നില്ല. എത്ര കൃത്യമാണ് ഖുർആനിന്റെ കൽപ്പനകൾ. നമ്മുടെ ബാധ്യത എന്താ? നമ്മൾ ഈ ഖുർആനിലൂടെ സഞ്ചരിക്കണം, അള്ളാഹുവിന്റെ കൽപ്പനകളിലൂടെ സഞ്ചരിക്കണം. ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു നിമിഷം ശിർക്കുമായി ബന്ധപ്പെടുന്ന ഒരവസ്ഥ വന്നാൽ അള്ളാഹു നമ്മെ ഒരു നിലക്കും രക്ഷപ്പെടുത്തൂല എന്ന് നമ്മൾ അറിയണം. സൂചിപ്പിച്ചല്ലോ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പിതാവ് ഒരു ബിംബക്കച്ചവടക്കാരനായിരുന്നു. തന്റെ പിതാവിന് വേണ്ടി ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനകൾ പരിശോധിച്ചാൽ കാണാം, പടച്ചോനെ, എനിക്കും എന്റെ ഉപ്പാക്ക്, എന്റെ പിതാവിന് വിവരമില്ലാത്തത് കൊണ്ടാവാം ഒരു പക്ഷേ, അള്ളാഹുവെ നീ പുറത്തു കൊടുക്കണേ എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ശിർക്ക് ചെയ്യുന്ന, വമൻ യുശ്രിക് ബില്ലാഹ്, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന, അള്ളാഹുവിൽ ശിർക്ക് ചെയ്യുന്ന ഒരാളും രക്ഷപ്പെടാകയില്ല എന്ന് മാത്രമല്ല, അവർ നരകത്തിന്റെ അങ്ങേ തട്ടിലായിരിക്കുമെന്നത് പരിശുദ്ധ ഖുർആനിന്റെ കൃത്യമായ വർത്തമാനമാണ്. ഇവിടെയാണ് വിശ്വാസികളായ നമ്മൾ മക്കയെക്കുറിച്ച്, അതിന്റെ പരിസര പ്രദേശങ്ങളെ കുറിച്ച് ഏറെ ഓർക്കുന്ന ഈ സന്ദർഭത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം അയവിറക്കുന്ന സമയം എന്താണ്? ഈ സമയത്ത് നമ്മൾ അറിയേണ്ടത് ഇബ്രാഹിം നബിയുടെ ജീവിതം അത് കൃത്യമായ മാതൃകാപരമായ ഒരു ജീവിതമായിരുന്നു. ജീവിതത്തിലെ ആദർശ രംഗത്ത് ഒരു വിട്ടുവീഴ്ചയും കാണിക്കാതെ കൃത്യമായ നിലപാടുകൾ സ്വീകരിച്ച ഒരു മഹാ മനീഷിയായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഇന്നഹു കാന ഉമ്മ, ഇബ്രാഹിം നബി ഒരു സമുദായമായിരുന്നു. അതുകൊണ്ട് ഫത്തബിഊഹു, ഇബ്രാഹിം നബിയെ പിൻപറ്റണം, അദ്ദേഹത്തിന്റെ മില്ലത്ത് ജീവിതത്തിൽ അനുധാവനം ചെയ്യണം
ഇതാണ് ഖുർആൻ നമ്മളോട് ആവശ്യപ്പെടുന്നത്. അങ്ങനെ മില്ലത്ത് അബീക്കും ഇബ്രാഹിം, നിങ്ങളുടെ മില്ലത്ത് ഇബ്രാഹിം നബിയുടെ മില്ലത്താണ്. ആ മില്ലത്ത് ജീവിതത്തിൽ പകർത്തുന്ന മുഅ്മിനുകളിൽ, മുത്തഖികളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഫാനിയും ബിത്തഖ്വല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ പാലിച്ച് ജീവിക്കാൻ ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ഹജ്ജ് മാസത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഹജ്ജ് മാസം ആരംഭിച്ചു കഴിഞ്ഞു. പവിത്രമായ അങ്ങേയറ്റം പുണ്യം ലഭിക്കുന്ന ദിനങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. പരമാവധി സ്വതക്കകൾ, ദാനധർമ്മങ്ങൾ, സൽക്കർമ്മങ്ങൾ, നല്ല വർത്തമാനങ്ങൾ, നല്ല ഇടപെടലുകൾ, സുന്നത്ത് കാര്യങ്ങൾ, നോമ്പ്, നമസ്കാരം, ഇതൊക്കെ വളരെ കൃത്യമായി നിർവഹിക്കേണ്ട സമയമാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസങ്ങളാണ് ഈ പറയപ്പെടുന്ന അയ്യാമുൽ അശർ എന്ന് പറയുന്ന ഈ 10 ദിനരാത്രങ്ങൾ എന്ന് ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ദുൽഹജ്ജ് 9 നോമ്പുണ്ട്. വളരെ സുന്നത്തായ നോമ്പ്, അല്ലാത്ത നോമ്പുകൾ വേറെയും. ദുൽഹജ്ജ് 9 വളരെ പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടുള്ള ഒന്നാണ്. കാരണം ദുൽഹജ്ജ് 9 അറഫ എന്നതുകൊണ്ടാണ് ദുൽഹജ്ജ് 9 നോമ്പെടുക്കണം എന്ന് പ്രത്യേകമായി പറഞ്ഞിട്ടുള്ളത്. സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു അൻ സൗമി യൗമി അറഫ, അറഫ നോമ്പിനെ സംബന്ധിച്ച്. അറഫ നോമ്പ് ദുൽഹജ്ജ് 9 ആ നോമ്പിനെ കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുകഫിറു സനത്തൽ മാലിയ വൽ ബാഖിയ, കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ പാപങ്ങൾ പൊറുക്കപ്പെടാൻ പര്യാപ്തമാണ് ആ നോമ്പ് എന്നതാണ്. അത്രമാത്രം പവിത്രതയുള്ള മഹത്തായ ആ ഒരു നോമ്പിനെ കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കുകയും എല്ലാവരും ആ നോമ്പെടുക്കാൻ താല്പര്യം കാണിക്കുകയും, റമദാനിൽ നമ്മുടെ വീട് എങ്ങനെയാണ് അതുപോലെ ആകണം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മുടെ വീട്, നമ്മുടെ പരിസരം ഒരു നോമ്പിൻ്റെ അന്തരീക്ഷം ഉണ്ടാകണം. ദുൽഹജ്ജ് 9 അങ്ങനെയാകണം എന്ന് വളരെ കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. നമ്മൾ അറഫ നോമ്പ് എന്ന് മാത്രമല്ല, മറ്റു നോമ്പും അതേപോലെ തന്നെ പെരുന്നാളുകളുമൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തീരുമാനിക്കുന്നത്, നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ പ്രാദേശികമായ മാസപ്പിറവി, ഇത് ഏകദേശം ഇന്നലെ തുടങ്ങിയതല്ല, 14 നൂറ്റാണ്ടുകളായി നടന്നു വരുന്ന ഒരു പ്രക്രിയ. പെട്ടെന്നൊരു ദിവസം വന്ന ഒരു സംഗതി അല്ലല്ലോ ഇത്. അപ്പം 14 നൂറ്റാണ്ടുകളായി ആവർത്തിച്ചു വരുന്ന ഒരു സംഗതിയാണ്. നമ്മുടെ നാട്ടിൽ നമ്മുടെ പ്രാദേശികമായി നമ്മുടെ മാസപ്പിറവിക്കനുസരിച്ചാണ് നമ്മുടെ ഈ കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടത്. അള്ളാഹുവാണ് പ്രതിഫലം നൽകുന്നവൻ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ ചെയ്യുന്ന ഇപ്പോൾ ഹജ്ജ് എന്ന് പറയുന്നത് അതിന് ചില നിയമങ്ങളുണ്ട്. ഹജ്ജ് ചെയ്യാൻ എല്ലാവർക്കും സാധിച്ചു കൊള്ളണമെന്നില്ല. ഹജ്ജ് ചെയ്യാൻ കഴിയാതെ മരണപ്പെട്ടു പോയ ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകളില്ലേ. ഹജ്ജ് നിർബന്ധമാണ് ജീവിതത്തിൽ ഒരിക്കൽ. ആർക്ക്? അതിനുള്ള മാർഗമുള്ള ആളുകൾ. മാർഗമെന്ന് പറയുന്നത് സാമ്പത്തികം, ശാരീരികം, ഇത് മാത്രമല്ല, ഗവൺമെൻറ് നിയമം, ഇതൊക്കെ അതിൻ്റെ ഭാഗങ്ങളാണ്. എല്ലാം ലഭിച്ചിട്ടുള്ള അംഗീകാരം കിട്ടിയ ഒരാൾക്ക്, അത് ഇബ്രാഹിം നബിയുടെ വിളിയാളം എന്ന് നമ്മൾ പറയുന്ന ഒരു പേരുണ്ട്. ആ വഅദ്ദിൻ എന്നെ ഇബ്രാഹിം നബിയോട് പറഞ്ഞിട്ടുള്ളൂ, വിളംബരം ചെയ്താൽ മതി, ആളുകൾ അങ്ങ് എത്തിക്കോളും. ആ വിളംബരം കിട്ടിയ അല്ലെങ്കിൽ അതിൻ്റെ അനുവാദം കിട്ടുന്ന ആളുകളാണ് ഹജ്ജിന് പോകുന്നത്. ഹജ്ജിന് പോകാൻ കഴിയാത്ത ആളുകളുണ്ട്. എന്തു ചെയ്യും? നമ്മൾ കരയുന്നു, എനിക്ക് പോകാൻ കഴിയുന്നില്ലല്ലോ. സാധ്യതകൾ ഉണ്ടാവേണ്ടത് അള്ളാഹുവാണ് നമ്മൾക്ക് നൽകേണ്ടത്. എന്നാൽ ഹജ്ജിൻ്റെ പ്രതിഫലം കിട്ടുന്ന പലതും
ഇവിടെ ഉണ്ട്. അതൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞാൽ ഒരു ഹദീസിൽ നമുക്ക് കാണാം സുബ്ഹ് നമസ്കാരം. സുബ്ഹ് നമസ്കാരം കഴിഞ്ഞ് അവിടെ തന്നെ ഇരിക്കണം, പള്ളിയിൽ ഇരിക്കണം എന്ന് പറയുന്നു. സൂര്യോദയം അല്ലേ ഇവിടെ കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ടാകും എപ്പോഴാണ്. ആ സമയം വരെ പള്ളിയിലിരുന്ന് ഖുർആനോദി ദിക്റും തഹ്ലീലും തക്ബീറും തസ്ബീഹും ഒക്കെ ചൊല്ലി ആ സമയം വരെ പള്ളിയിലിരുന്ന് ആ സമയത്തുമ്പോൾ 2 റക്അത്ത് നിസ്കരിച്ചു പോകുന്നവന് ഹജ്ജും ഉംറയും ചെയ്ത കൂലിയുണ്ട് എന്ന് ആരാ പറഞ്ഞേ? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ അംഗീകരിച്ചൂടെ? എൻ്റെ ഇത് നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൂടെ? എനിക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് പോകാൻ കഴിയുന്നില്ല, ബേജാറാകണ്ട. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തെല്ലാം മാർഗങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമപ്പെടുത്തിയെടുക്കുമ്പോൾ ഇതിനൊക്കെയുള്ള വഴി തുറന്നു തരേണ്ടതാരാ? അള്ളാഹുവാണ് മാർഗം കാണിച്ചു തരേണ്ടത്. അവിടെ നമ്മൾ വിജയിക്കും, ഒരു സംശയമില്ല. ദീനനുസരിച്ച് ജീവിക്കണം, ശിർക്ക് ചെയ്യാതെ കുഫ്ർ ചെയ്യാതെ തൗഹീദ് അനുസരിച്ച് മുവഹിദായി ജീവിച്ചാൽ ഒരു പ്രശ്നവുമില്ല. ഇതിനൊക്കെ വഴി കാണിച്ചു തരും. ഈ വിളിയാളം നമ്മൾക്ക് കിട്ടും. അത് കിട്ടാൻ നമ്മൾ ഇത്രേ ചെയ്യേണ്ടൂ: അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട ഒരടിമയായി ജീവിക്കുക, പടച്ചവനോട് പ്രാർത്ഥിക്കുക, അമൽ ചെയ്യുക, ഇത്രേ വേണ്ടൂ. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സത്യം മനസ്സിലാക്കി ജീവിക്കുന്ന നല്ല മുഅ്മിനുകളിൽ മുത്തഖികളിൽ അള്ളാഹു ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ തെറ്റ് കുറ്റം എല്ലാം അള്ളാഹു തആല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ഇബ്രാഹിമി മില്ലത്ത് കൃത്യമായി അനുധാവനം ചെയ്യുന്ന മുഅ്മിനുകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പ്രവർത്തന മേഖലകളും അങ്ങനെ തന്നെ ആയിരിക്കണം കഴിയുന്നിടത്തോളം. നാളെ ഒരു ചോദ്യമുണ്ട്: നിന്റെ ആയുസ് നീ എന്തിന് ചെലവഴിച്ചു? നിന്റെ യുവത്വം നീ എന്തിന് ചെലവഴിച്ചു? അള്ളാൻ്റെ ദീനിനു വേണ്ടി ഏതെങ്കിലും ഒരു സമയത്ത് ഒരു വിഷമം നമ്മൾക്ക് ഉണ്ടായിട്ടുണ്ടോ? നമ്മളറിയണത് നമ്മളെ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഒരു വിഷയം ഇപ്പതാ പെരുന്നാളടുത്ത് നമ്മളെ ചിന്ത എന്താണ്? പർച്ചേസ് എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള ആലോചനയാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് എൻ്റെ ആയുസ് ഇങ്ങനെ എണ്ണപ്പെടുകയാണ്. അള്ളാൻ്റെ ദീനിനു വേണ്ടി ഞാൻ എന്താ ചെയ്തത്? ഞാനൊരു ഉറുപ്പ്യ ചെലവഴിച്ചിട്ടുണ്ടോ? അള്ളാന്റെ സ്ഥാപനത്തിന് വേണ്ടി ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്തോ? ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നാളെ ചോദ്യം ഉണ്ടാവും, അതിനുത്തരം പറയാൻ കഴിയണം. അല്ലാഹു തആല നമ്മുടെ ആ സമയം കൃത്യമായി ചെലവഴിക്കുന്ന, അള്ളാഹ്ക്ക് വേണ്ടി ചെലവഴിക്കുന്ന നല്ല മനുഷ്യരിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗികളായി കിടക്കുന്ന ഒരുപാട് ആളുകൾ വീടുകളിലുണ്ട്, ആശുപത്രികളിലുണ്ട്. ആണും പെണ്ണും കുട്ടികളും അടങ്ങുന്ന ആളുകൾ. അള്ളാഹുവേ, അവരുടെയൊക്കെ രോഗങ്ങൾക്ക് ശിഫ നൽകി അനുഗ്രഹിക്കണേ അള്ളാഹ്. മരണപ്പെട്ടു പോയിട്ടുള്ള ഞങ്ങളെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സ്നേഹിതന്മാർ, പണ്ഡിതന്മാർ, പടച്ചോനെ എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെയും അവരെയും അള്ളാഹുവെ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان فلا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اجعلنا من المسلمين واجعلنا من المتقين واجعلنا من المخلصين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.